യെസ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം ബാച്ചിലർ പാർട്ടിയിലേക്കാണ്. അതും കടപ്പുറത്ത് മൊത്തം പൊളിയാണ്, പൊളിച്ച് തന്നെ അടക്കണേണ്. അപ്പം നിങ്ങളെല്ലാം ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം പുറകെ കൂടിക്കോളുക. ഫോളോ, ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെ കൂടിയ സബ്സ്ക്രിപ്ഷൻ അതും കൂടിയും കിട്ടോ. സബ്സ്ക്രൈബ് ചെയ്തേ. ബൈ. Hi babe, how are you? Yeah, I'm fine. Okay. ഹലോ മുക്കുട്ടി. ഗിരീഷേട്ടാ, ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ചുമ്മാ എന്നെ കുട്ടി ചട്ടിയെന്നൊന്ന് വിളിക്കരുതെന്ന്. കോൾ മീ ബേബി. ഓക്കെ ബേബ്, യു നോ വാട്ട്, ഹൗ മച്ച് യു മിസ് യു എന്ന്. ഓ, ഐ മിസ് യു ടു ബേബി. പിന്നെ വാട്ട് പരിപാടീസ്? എന്ത് പരിപാടി? എഡിറ്റിംഗ്, നമ്മുടെ ബാച്ചിലർ പാർട്ടി. ഞാനില്ലാത്ത ട്രിപ്പ്. നിന്നോട് ഞാനൊന്ന് പറഞ്ഞാലേ വരാൻ, നീ ഒന്ന് വേറെന്തോ പരിപാടിയായിട്ട് പോയിട്ടല്ലേ. ദാറ്റ്സ് ഓക്കെ. ഇനി എല്ലാ ട്രിപ്പിലും ഞാനും ഉണ്ടാവും. ലവ് യു ബേബ്. ഐ ലവ് യു ടു ബേബി. യാ ഓക്കെ, ടേക്ക് കെയർ. എന്തായാലും ഒന്ന് സംസാരിക്കാനല്ലേ വന്നേ. എന്തായാലും ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ഒരു മിനിറ്റ് എടി, ഞാൻ നിന്നെ ഇതെന്തായാലും കഴിഞ്ഞിട്ട് വിളിക്കാം. കഴിഞ്ഞു നിന്റെ കോള്? കഴിഞ്ഞു. ദേ, ഞാനൊരു കാര്യം പറയാം. നീ ഇപ്പം ഇവിടെ എന്തിനാ വന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല, എനിക്ക് അറിയേണ്ടേ കാര്യമില്ല. പക്ഷേ ഇതെന്റെ വീടാ. ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ, ഇറങ്ങി 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 ഇറങ്ങി. കഴിഞ്ഞോ? പോലീസാ? തന്റെ പേരെന്താന്ന് പറഞ്ഞേ? ഗിരീശൻ. ഗിരീശൻ PS. ഗിരീശൻ PS. തന്റെ പേരിലൊരു കേസ് ഉണ്ടല്ലോ ഗിരീശ. കേസാ? എന്ത് കേസ്? ഫളങ്ങോട്ടത് എന്താണ്? താനോട് ഒറ്റയ്ക്കാണോ താമസം? അതെ സാറേ. അപ്പൊ ഫാമിലിയൊക്കെ? ഫാമിലി അച്ഛനില്ല, അമ്മയും ചേച്ചിയുണ്ട്, നാട്ടിലാ. പിന്നെ എന്തിനാടോ ഇത്ര വലിയ വീട്? അതെൻ്റെ ഇഷ്ടമല്ല സാറേ. അങ്ങനെയല്ല, അടുത്ത മാസം എൻ്റെ കല്യാണമാണ് സാറേ. അപ്പോൾ സെറ്റിലാവാൻ വേണ്ടി എടുത്ത വീടാണത്. പിന്നെ എൻ്റെ പണി വ്ളോഗിങ് ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഇങ്ങനൊരു വീട് ഒത്ത് കിട്ടിയപ്പോൾ. വ്ളോഗിങ്? അതെ സാറേ, അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവരെ തെറി വിളിച്ചും പഴി പറഞ്ഞാണോടാ വരുമാനം ഉണ്ടാക്കണത്? തെറി ഞാൻ വിളിക്കാറില്ല സാറേ. അപ്പൊ എന്നെ വിളിച്ചതോ? നീ കൂടുതൽ എന്നെ കൊണ്ട് സംസാരിപ്പിക്കട്ടോ. എന്താ പറഞ്ഞ? യൂട്യൂബിൽ നാവിട്ട് ആറാടുന്ന സാക്ഷാൽ ഗിരീഷൻ എക്സിനെ കണ്ടോന്ന് പറയാനില്ലേ? നിർത്തിക്കോ നീ. നിർത്ത് ഗിരീശ, നിന്റെ പേരിൽ കുട്ടി കേസ് കൊടുത്തിട്ടുണ്ട്. ഇവളുടെ കേസാ? നവന് സാറിനെ കൊണ്ട് തൂക്കിക്കൊല്ലേ. ഗിരീശ, ശബ്ദം താത്ത്. ഡിപ്പാർട്ട്മെന്റ് ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഈ കുട്ടിക്ക് നേരിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു മീറ്റിംഗ്.
മോനെ കേസ് സ്ട്രോങ്ങാ. പിന്നെ നീ വിളിച്ചു പറഞ്ഞ ആഭാസത്തിന് തെളിവൊക്കെ നിന്റെ യൂട്യൂബിൽ തന്നെ ഉണ്ടല്ലോ. ആദ്യം ചർച്ച ചെയ്യട്ടെ, FIR എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന്, എന്നിട്ട് തീരുമാനിക്കാം. വന്നു പോയതല്ല നീ, പിന്നെ എന്തിനാ എൻ്റെ സമാധാനം കളയാൻ പിന്നെയും കയറി വന്നു? നിന്റെ ഈ തേപ്പുകാരി എന്നുള്ള വിളി കേട്ട് ഞാൻ മടുത്തു. നീ കാണിക്കുന്നതൊക്കെ ശരിയായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? എവിടെയെങ്കിലും വെച്ച് എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടാൽ നിനക്ക് ഫ്രസ്ട്രേഷൻ, എന്തെങ്കിലും നൊസ്റ്റു അടിച്ചു കഴിഞ്ഞാൽ അതിനും ഫ്രസ്ട്രേഷൻ. ഇതെല്ലാം തീർക്കുന്ന എന്നെ തേപ്പുകാരി എന്ന് വിളിച്ചിട്ടല്ലേ? അതും ലൈവിൽ നാട്ടുകാരും വീട്ടുകാരും കാണേ. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി, ഒരാളെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോ. ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ സിറ്റുവേഷൻ എന്താ നീ ആലോചിച്ചിട്ടുണ്ടോ? എന്തിന് നിന്റെ സിറ്റുവേഷൻ ഞാൻ ഓർക്കണം? നീ എന്നെ പറ്റി ഓർത്തിട്ടാണോ ബ്രേക്കപ്പ് ആക്കി പോയത്? അല്ലല്ലോ. ഇത്രയും കാലം കൂടെ ഒരു നിഴൽ പോലെ നിന്നിട്ട് പെട്ടെന്നെല്ലാം നിർത്തിപ്പോയി. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നീ ഓർത്തിട്ടുണ്ടോ? നിന്നോട് ഞാൻ ഒരു 100 തവണ പറഞ്ഞല്ലേ എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കാൻ. ജോലിയും കൂലിയും ഒന്നും ഒരു പ്രശ്നമല്ലാന്ന്. നിന്റെ തന്ത ചിലവിനോ പോ ഗിരീഷ, വേണ്ട. ബോറടിക്കുമ്പോൾ എല്ലാ പെണ്ണുങ്ങളുടെ സ്ഥിരം ഡയലോഗ് അത്. ഒന്ന് വീട്ടിൽ പറയാമോ? ഒഴിവാക്കി വിടാനാണെങ്കിൽ മുഖത്ത് നോക്കി പറയും ഞാൻ ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന്. എനിക്കിതിനെ വേണ്ടാന്ന്, ഇത് വർക്കൗട്ട് ആവില്ലാന്ന്. അങ്ങനെയായിരുന്നോ നമ്മൾ പിരിഞ്ഞേ? എത്ര വട്ടം പറഞ്ഞു ഞാൻ എനിക്ക് നിന്നെ മതിന്ന്, ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്യാന്ന്. ജസ്റ്റ് എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ എനിക്ക് വേറെ ആരെയും നോക്കണ്ട. നീ ഉണ്ട് എനിക്കെന്ന് അവരൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്ന് അവരോട് സംസാരിക്കാൻ എത്ര വട്ടം പറഞ്ഞതാ ഞാൻ. പിന്നെ സമയമെടുത്ത് നിന്റെ CA പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മതി ബാക്കിയല്ലാന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്നിട്ടും നീ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി. അങ്ങനെ നോക്കുമ്പോ നീയല്ലേ എന്നെ തേച്ചേ. എന്നിട്ടും ഞാൻ ഒരു പരാതിക്കോ പരിഭവത്തിനോ വന്നിട്ടില്ല. പക്ഷെ പിന്നെ നീയല്ലേ എന്നെ ടോർച്ചർ ചെയ്തേ. നീ ചെയ്ത തെറ്റ് എന്റെ തലയ്ക്ക് വെച്ചു. അങ്ങനെയൊന്നും അല്ലടി. എനിക്ക് ശരിക്കും അന്ന് സംസാരിക്കാൻ പറ്റാഞ്ഞിട്ടാ. എൻ്റെ പഠിത്തം, ചേച്ചിയുടെ കല്യാണം, ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് എന്നെ കെട്ടാനൊന്നുമല്ലല്ലോ ഞാൻ പറഞ്ഞത്. മിത്രേ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അത് ഏറ്റവും നന്നായിട്ട് എനിക്കറിയാം. പക്ഷേ അതൊരു വല്ലാത്തൊരു ഗിൽറ്റാ. ആ ഗിൽറ്റ് ഏറ്റെടുക്കാനുള്ളൊരു ചങ്കുറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വയം ബ്ലെയിം ചെയ്ത്. കൊള്ളാം. വാട്ട് എ പ്രൗഡ് മൊമെന്റ്. ഇങ്ങനെ തന്നെ ചെയ്യണ്ടേ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാം നഷ്ടപ്പെട്ട എനിക്ക്. നീ, എൻ്റെ ഫോക്കസ്, CA ഞാൻ അന്നേ പണ്ടേ വിട്ടു. പിന്നെ ചെയ്ത തെറ്റ് മറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ എടുത്ത് ക്യാമറയും തൂക്കി പിടിച്ച്. അതല്ല, നിന്റെ ഏതോ ഒരു വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ CA ഫൈനലിസ്റ്റ് ആയ നിന്റെ ഫോക്കസ് പോവാൻ കാരണം ഞാനാണെന്നൊക്കെ. എല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്റെ പൊന്നു ഗിരീഷ്, ഇതൊക്കെ ഭൂലോക അലമ്പ് പരിപാടിയാണ്. എന്തൊക്കെയാണേലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നീ പോകുന്നു. ഞാൻ എത്ര ഉറപ്പിയാലും നിന്റെ കൂടെ ഉണ്ടാവുന്നായിരുന്നു എൻ്റെ വിശ്വാസം. അതൊന്നും വിശ്വാസമല്ല, അതിനെ പറയുന്നത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നാ. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. സോറി, ഒരുപാട് വൈകിപ്പോയി. എടി, പറ്റുന്നില്ല മിത്രേ. അന്ന് നീ പോയപ്പോ സത്യം പറഞ്ഞ ഞാൻ ചത്തില്ലെന്നേ ഉള്ളൂ. കള്ളും കഞ്ചാവൊന്നും വേദന മാറ്റില്ല. അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കോമാളിയാവാനായി വ്ളോഗിങ് വരെ ഞാൻ തുടങ്ങിയത്.
നിന്റെ ഈ ജസ്റ്റിഫിക്കേഷൻ എനിക്ക് ഒരു ലോജിക്കും തോന്നുന്നില്ല. നീ കാരണം എനിക്കുണ്ടായ പേഴ്സണൽ ലോസ് എന്താന്ന് എനിക്കറിയോ? എൻ്റെ പ്രൊഫഷണൽ ഡാമേജ്, അതൊക്കെ എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്. സങ്കടങ്ങളുടെയും നഷ്ടങ്ങളുടെയും കഥ പറഞ്ഞിരിക്കാൻ വന്നല്ല ഞാൻ. പ്രേമിക്കുമ്പോൾ നമ്മൾ എത്ര അടിപൊളിയായിരുന്നു. നമുക്കത്ര അനുകൂലമല്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഒരുമിച്ച് പോകാൻ പറ്റിയില്ല. വിഷമമുണ്ട് നല്ലോണം ഉള്ളില്. പക്ഷെ മോണായേ പറ്റുള്ളൂ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്ത് നടന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ വന്ന് നിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? നീ എന്നെ തേച്ചെന്നും പറഞ്ഞ്? ഇല്ല, ഇറ്റ് ഹേർട്സ്. അത് നിന്നെ മാത്രമല്ല, നിന്റെ കൂടെ ഉള്ളവരെ. നീ വിക്ടിം കാർഡ് കളിക്കുന്ന ആദ്യം ഒന്ന് നിർത്ത്. I'm sorry. Whatever the mistake is, you have to accept it and move on. Otherwise, you will be stuck. ഗിരീഷ്, ഫോക്കസ്ഡ് ആയിട്ട് നീ നിനക്ക് വേണ്ടി ജീവിക്കേ. പിന്നെ ഈ കേസ് എനിക്ക് നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു അവസാന അടവായിട്ട് എടുത്തതാ. ഇങ്ങനെ പോലീസ് പ്രൊട്ടക്ഷനിലല്ല വന്നെങ്കിൽ നീ നാട്ടുകാരെയും കൂട്ടി എന്നെ കല്ലെറിഞ്ഞിട്ടുണ്ടാവും. ഞാനോ? ആ, നീ എന്നെ. അടുത്ത മാസം എൻ്റെ കല്യാണമാണ്, വരണം. ആ വരാം. കുറി സ്റ്റേഷനിൽ കൊടുത്താൽ മതി. അയ്യോ, സാറിനോടല്ല, മിത്രയോട്. ഓ, അപ്പം അങ്ങനെയായോ? കൊച്ചേ, കേസ് എന്താക്കണം? കേസ് വേണ്ട സാർ. 24 മണിക്കൂറിനുള്ളിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. 24 ആക്കണ്ട സാർ, ഇപ്പൊ തന്നെ കളഞ്ഞേക്കാം. പോയി പോയി പോയി